രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം, പ്രായത്തിൽ ചെറുപ്പം, ശക്തരായ 3 സ്ഥാനാർത്ഥികൾ നേർക്കുനേർ. ട്വിസ്റ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച വട്ടിയൂർക്കാവിൽ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി കളമൊരുങ്ങിയത്. LDF-നായി നിലവിലെ MLA-യും മുൻ മേയറുമായ VK പ്രശാന്തും UDF-നായി കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് K മുരളീധരനും അംഗത്തിനിറങ്ങുമ്പോൾ NDA-ക്കായി മുൻ DGP R ശ്രീലേഖയാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. 3 പേരും ഒന്നിനൊന്നിന് ശക്തരായ സ്ഥാനാർത്ഥികൾ. മത്സരം കടുക്കുമെന്നതിൽ സംശയമില്ല. ൽ രൂപീകരിക്കപ്പെട്ട മണ്ഡലം ആദ്യകാലത്ത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ചെറിയാൻ ഫിലിപ്പിനെ പിന്തള്ളി 16,167 വോട്ടുകൾക്കാണ് K മുരളീധരൻ വട്ടിയൂർക്കാവ് പിടിച്ചടക്കിയത്. 2016 7,622 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് K മുരളീധരൻ വിജയം ആവർത്തിച്ചു. അന്ന് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ LDF സ്ഥാനാർത്ഥി TN സീമയായിരുന്നു മൂന്നാമതുള്ളവർ ഒന്നാമതെത്തുകയും ഒന്നാമനായവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്ത ചരിത്രമാണ് 15 കൊല്ലം മാത്രം പ്രായമുള്ള മണ്ഡലത്തിന് പറയാനുള്ളത്. മാറിമറിയുന്ന സാമുദായിക സമവാക്യങ്ങളാണ് വട്ടിയൂർക്കാവിന്റെ പ്രത്യേകത. മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങി. ആ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന്റെ ചരിത്രം മാറി. കോൺഗ്രസിന്റെ K മോഹൻകുമാറിനെ 14,465 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീഴ്ത്തി LDF സ്ഥാനാർത്ഥിയും ജനങ്ങളുടെ മേയർ ബ്രോയുമായിരുന്ന VK പ്രശാന്ത് കോട്ട പിടിച്ചെടുത്തു. BJP 3ാം സ്ഥാനത്തായി. 2021 വീണ്ടും കോൺഗ്രസിന്റെ വീണായിസ് നായരെയും ഇപ്പോഴത്തെ മേയർ VV രാജേഷിനെയും പരാജയപ്പെടുത്തി VK പ്രശാന്ത് മണ്ഡലത്തെ ഇടതുപക്ഷത്തോട് ചേർത്തു നിർത്തി. 2016 ഒന്നാമതെത്തിയ UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വാർഡുകൾ ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈയുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. 2,497 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് BJPക്ക് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കുന്നതിനാൽ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുൻ DGP R ശ്രീലേഖയെ BJP കളത്തിലിറക്കുന്നത്. കേരളത്തിലാകെ ചർച്ചയായ ഡീലാരോപണം നേരിടുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. BJP CPIM ഡീലുണ്ടെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ ആരോപണം. ഈ ആരോപണം VK പ്രശാന്ത് നിഷേധിച്ചപ്പോൾ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നായിരുന്നു NDA സ്ഥാനാർത്ഥി R ശ്രീലേഖയുടെ വാദം. ഇതിനിടയിൽ തന്നെയാണ് പ്രചരണത്തിന് UDF സ്ഥാനാർത്ഥി കാശ് കൊടുത്ത് പുറത്തുനിന്ന് ആളെ ഇറക്കുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നത്. ഇതിനെതിരെ പരാതിയുമായി മുരളീധരനും എത്തിയതോടെ വിഷയം കൂടുതൽ ഗൗരവതരമായി. %50 നായർ വോട്ടുകളുള്ള വട്ടിയൂർക്കാവിൽ ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നത് നിർണായകമാകും. K മുരളീധരന്റെ ബന്ധങ്ങളും വർഷങ്ങളായുള്ള പരിചയവും സ്വാധീനവുമാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. 7 വർഷമായി MLA ആയി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും യുവാക്കൾക്കിടയിലുള്ള സ്വീകാര്യതയും അനുകൂലമാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് VK പ്രശാന്തും. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ അനുകൂല തരംഗം ഇത്തവണ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് R ശ്രീലേഖ. ന്യൂനപക്ഷ വോട്ടുകളും പിന്നോക്ക ഹിന്ദു വോട്ടുകളും മുമ്പത്തെ പോലെ ഏകീകരണം ഉണ്ടായാൽ മത്സരം കടുക്കും.